വയനാട്ടിൽ ശക്തമായ മഴയുണ്ടായിട്ടും മുൻകരുതൽ എടുക്കാത്തതിൽ സർക്കാരിന് ജാഗ്രത കുറവുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ ദുരന്തഭൂമി സന്ദർശിച്ച ശേഷം പറഞ്ഞു. ദുരന്തമുണ്ടായതിനു ശേഷമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതെന്നും അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ വീഴ്ചകളാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. തീർച്ചയായും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, 2-3 കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രധാനമായും ഒന്ന്, ഈ തുരങ്കപാത എന്ന ബൃഹത് പദ്ധതിക്കെതിരായി ഇതിൻ്റെ മറവിൽ അപനിർമ്മിതികൾ ചമയ്ക്കാൻ ശ്രമിക്കുന്നു. അതിന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഊർജം പകരുന്നത് എങ്ങനെ? അതിന് കൃത്യമായ മറുപടി പറയുന്നു. 1. 2, മണ്ണ് കൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട് അത് നീക്കം ചെയ്യാത്തതിലെ അനാസ്ഥ. മാത്രമല്ല, ഈ മഴ മുന്നറിയിപ്പുകൾ വരാത്തതിലും ആ മഴ മുന്നറിയിപ്പിന് ശേഷം ഉള്ള മഴ മുന്നറിയിപ്പും മഴയും മുന്നിൽ കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടത്താത്ത സർക്കാരിൻ്റെ വീഴ്ചയും. പ്രകൃതി ദുരന്തമാണ്, പക്ഷേ അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിലേക്ക് പോയത് സർക്കാരിൻ്റെ വീഴ്ചകളാണ്. അത് എണ്ണി അദ്ദേഹം പറയുന്നു, അല്ലാതെ തുരങ്കപാതയുടെ പ്രശ്നമല്ല. അദ്ദേഹം അത് വിശദീകരിച്ചു. എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അജിംഷാദ്, പ്രതിപക്ഷ നേതാവ് കൃത്യവും വ്യക്തവുമായ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇവിടെ കള്ളാടിയിൽ ഈ ദുരന്തമുണ്ടായത് എന്നുള്ളത് ശാസ്ത്രീയമായ പഠനം, സാങ്കേതികമായ പഠനം നടത്തേണ്ടത് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടെ അന്വേഷണം നടത്തും എന്നുള്ളത് അത് ശരി തന്നെ, പഠനം നടക്കട്ടെ, എന്നാൽ അത് വളരെ കൃത്യവും ശാസ്ത്രീയവും സാങ്കേതികവുമായിരിക്കണം എന്നുള്ള കാര്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുകയുണ്ടായി. അത് മാത്രമല്ല, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് കൃത്യമായി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുരങ്കപാതയുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് ആ കസേരയിൽ ഇരുന്ന് പറയേണ്ടതാണോ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഇരുട്ടുകൊണ്ട് ഓട്ടയെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുകയുണ്ടായി. അത് അദാനി കരാറുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് UDF സർക്കാർ ആ രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ട കരാറിനെ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത്. എന്നാൽ അതായത് ഇതിനുള്ള അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അനുമതി ലഭിച്ചത്, ഈ ബൃഹത് പദ്ധതിക്ക് അനുമതി ലഭിച്ചത് അതിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വ്യവഹാരങ്ങളിലേക്ക് നീക്കാൻ പോയി, അങ്ങനെയുള്ളവർക്കും തിരിച്ചടി ലഭിച്ചു. മാത്രമല്ല, ഇത്തരം ഈ തുരങ്കപാത എന്ന ഏറ്റവും വയനാടിനെ സംബന്ധിച്ച് അനിവാര്യമായ പാതയെ അല്ലെങ്കിൽ വികസനത്തെ ആദ്യഘട്ടത്തിൽ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിരിക്കുന്നവർ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് പോലും അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ മറവിൽ ആ പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുകയല്ല വേണ്ടത്. ദുരന്തത്തിലേക്ക് നയിക്കപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം കൂട്ടിയ സർക്കാർ നടപടികളിലെ വീഴ്ചകളാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അല്ലേ ജോഷില? തീർച്ചയായും മഴ വരുന്നു, മഴ മുന്നറിയിപ്പ് ലഭിച്ച സാഹചര്യത്തിൽ അതിന് മുൻപേ തന്നെ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ കണ്ട ഒരു നാട് കൂടിയാണ്. ആ നാട്ടിൽ എന്ത് മുന്നൊരുക്കങ്ങളാണ് സർക്കാർ ചെയ്തത് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രധാനമായും ഉയർത്തിയത്. ആ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 244.4 മില്ലിമീറ്ററിൽ അധികം മഴ പെയ്താൽ എടുക്കേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയുണ്ട്. അതുമാത്രമല്ല, ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് മുന്നൊരുക്കമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്, എന്തൊക്കെ കരുതലാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും പ്രതിപക്ഷ നേതാവ് ഇന്ന് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. കാരണം ആ മണ്ണ്, അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണം എന്നുള്ളത് നേരത്തെ തന്നെ അവലോകന യോഗത്തിൽ വന്ന നിർദ്ദേശമാണ്. അത് മാറ്റാൻ തയ്യാറായില്ല. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഒഴുകിപ്പോയിട്ടുള്ളത്. അത് മാത്രമല്ല, മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഈ ഒരു കൂട്ടിയിട്ട മണ്ണ് കൂടി ഒഴുകിപ്പോയപ്പോൾ ഉണ്ടായ ഒരു ദുരന്തം, അതിൽ തന്നെ ആ ദുരന്തത്തെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് പല രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. പ്രകൃതി ഉണ്ടാക്കിയ ദുരന്തമല്ല എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുകയാണ്. അത് മാത്രമല്ല, തുരങ്കപാതയെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അത് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് എന്നുള്ളതാണ്. ഡിസംബർ 12-13
പബ്ലിക് തലത്തിലടക്കം ചർച്ച നടത്തിയാണ് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 2025 ഡിസംബർ 16 ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. അത് കൃത്യമായി ഹൈക്കോടതിനെ ബോധ്യപ്പെടുത്തി ഹൈക്കോടതി ഇതിന് അനുമതി നൽകി. അതിനുശേഷം സുപ്രീം കോടതിയെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുൻപാകെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ സാങ്കേതിക അനുമതിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തെളിയുന്നതും അത് പരിശോധിക്കുന്നതും ഒക്കെ തന്നെ. അങ്ങനെയാണ് സുപ്രീം കോടതി അടക്കം തുരങ്കപാതയ്ക്ക് അനുവാദം നൽകിയിട്ടുള്ളത്. എന്നിട്ട് പോലും തീർച്ചയായും ജോഷിലയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് കൃത്യമായി എണ്ണി മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടി, അദ്ദേഹം സർക്കാരിന് മുമ്പിൽ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ അടക്കമുള്ള സമഗ്രതയിലാണ് വിവരങ്ങൾ ജോഷില നൽകിയത്.